ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇന്നത്തെ പരിപാടി പറയുമ്പോൾ ബേബിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. പിന്നെ നമ്മളുടെ അമ്മനെ വിളിക്കണം. അമ്മ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മനെ വിളിക്കാൻ പോകണം. അതിനുശേഷം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എനിക്ക് എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അല്ലേ, അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം അല്ലേ. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോയ്ക്ക് പോകണതിനും പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിങ്കുടുവിന് ഞങ്ങൾ ആൺകുട്ടികളെ പോലെ ആക്കിയിരുന്നു. സംഭവം ഈ ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ട് കുറേ ആയിട്ടാ, പക്ഷെ അത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കാൻ പറ്റിയത്. ഹലോ ഗായ്സ്, ചൂടായതുകൊണ്ട് വേറെ അങ്ങനെയുള്ള ഡ്രസ്സ് അപ്പൊ അതുകൊണ്ട് സിമ്പിൾ. ഇത് പക്ഷെ എടുത്തിട്ട് കുറേ ആയി, ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ പുരിക എഴുതാൻ വേണ്ടിയിട്ട് ഞാനും ഭാവിച്ചും കൂടി ഇത്ര നേരം മടിയായിരുന്നു. എൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു, എനിക്ക് പറ്റുപോലെ എഴുതി, പക്ഷെ അത് ശരിയായില്ല. ലാസ്റ്റ് കറക്റ്റാക്കി എടുത്തു. അതാണ് ഒന്നും മേലെയും തഴിയിരിക്കുന്ന. ഉറങ്ങുന്ന സമയത്താണ് കറക്റ്റ് എഴുതാൻ കിട്ടുള്ളൂ. ഉറങ്ങാത്ത സമയത്ത് നമ്മള് എഴുതി കൊടുക്കാറുണ്ട്, പക്ഷെ ഇവിടെ മൂഡ് പോലെ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. കൈയൊക്കെ പിടിച്ച് സത്യം. ഹലോ പറ ഗൈസ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടാ. പിന്നെ നേരെ ഫസ്റ്റ് പോയിട്ട് അമ്മനെ വിളിക്കാൻ പോലോ. ഗൈസ്, വണ്ടിയിൽ പോണ സമയത്ത് ഒരാളുടെ സ്ഥിരം പരിപാടി എന്താ, എണീറ്റ് നിൽക്കുക. അതെ, എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ നമ്മൾ പോകുമ്പോ ഇങ്ങനെ ഇലകളൊക്കെ അനങ്ങില്ല, അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചാടി കളിക്കലാണ് ഒരാളുടെ മെയിൻ പരിപാടി. ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ കരയാൻ തുടങ്ങുമല്ലോ. ഇതെന്താ രാത്രിയില്ലേ പോണ സമയത്ത് വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാവില്ല, അപ്പൊ അതിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ ആ ലൈറ്റ് പാസ് ചെയ്യുന്നതിന്റെ ഒപ്പം ഇങ്ങനെ കൂക്കും മൂപ്പര്. അല്ലോ ചിങ്ങടോ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ ഗൈസ്. 2 സെക്കൻഡ് ഇരുന്നുകൊണ്ട് പിന്നെ ആള് മെല്ലെ ഇളകാൻ തുടങ്ങും എണിച്ച് നിക്കാൻ വേണ്ടിട്ട്. എന്താ എണിച്ച് നിക്കാൻ വേണ്ടിട്ട് കാണിക്കാത്തത് ചിങ്ങടോ? സത്യം 1 മണി വരെ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഇപ്പൊ 12:50 നോക്കാ പറ്റുമെന്നോ. ഞങ്ങള് കൊറേ ദിവസമായി പുരികത്തിന്റെ കേസ് പറഞ്ഞില്ല ഗൈസ്. പുരികത്തിന്റെ കേസിൽ ഇങ്ങനെ നിന്നതായിരുന്നു. ഇനി ആളിങ്ങനെ തുടങ്ങും, സ്വയം എണിക്കാൻ നോക്കും എണിച്ച് നിക്കാൻ വേണ്ടിട്ട്. അല്ലേ അത് എണീറ്റ് നിക്കാൻ വേണ്ടിട്ടാണ്. കണ്ട എണീറ്റ് എന്നിട്ട് എണീറ്റ് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ കുറെ നേരം അങ്ങനെ കളിച്ചിട്ടിരിക്കും. പിന്നെ ആൾക്ക് ഓൾറെഡി കാല് കടയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചൊന്ന് ഇരിക്കും. അല്ലേ അപ്പൊ ഇതണ്ട ഇനിയിപ്പോ എണീറ്റ് നിർത്തിയ ഇങ്ങനെ ഇരിക്കും ആള്. സത്യേ ഇപ്പൊ പുറത്ത് നോക്കേണ്ട മൈൻഡാണ് ഗൈസ്. അപ്പൊ നമുക്ക് അമ്മനെ വിളിക്കാൻ പോവാ അല്ലേ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് അമ്മനെ വിളിച്ചു കേട്ടാ. അമ്മ വന്ന് ചിങ്ങടൂരിനെ എടുത്തിട്ട് ആൾക്ക് പിന്നെ ഇരിക്കാനേ പറ്റില്ല, നിൽക്കന്നെ വേണം. കുഞ്ഞിപ്പെണ്ണേ വീഡിയോ എടുക്കണ പറഞ്ഞിരിക്കാം അമ്മ. അത്ര നേരം കൊഞ്ചിട്ടിരിക്കലായിരുന്നു. ഇപ്പൊ പിന്നെ മിണ്ടാതിരുന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് അമ്മ ഇപ്പൊ പോയതാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല കേട്ടാ. അപ്പൊ അതുകൊണ്ട് അത് വീഡിയോയിൽ ഫീൽ ചെയ്യണമെന്നും ഇല്ലല്ലോ. പക്ഷെ അമ്മ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് 1:07 1 മണി വരെ ഡോക്ടർ വിളിച്ചു ചോദിച്ച സമയത്ത് ഇല്ല, ഇന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോലെ നാളെ പറ്റുള്ളൂ. പിന്നെ നാളെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പിന്നെ വേറെ എവിടെ കാണിക്കാം. പക്ഷെ നമുക്ക് ഈ ഡോക്ടറിലെ എഴുതി തന്നത് എനിക്ക് ഡോക്ടർ കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഞങ്ങള് ആള് പറഞ്ഞ പോലെ കുറച്ചതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആളുടെ തന്നെ കാണിക്കുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇന്നും കൂടി എന്തായാലും വെയിറ്റ് ചെയ്ത് 3 ദിവസം വെയിറ്റ് ചെയ്തില്ല. ഇന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട് നാളെ നമുക്ക് കാണിക്കാം ഗൈസ്. ഇതാ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയില്ലോ. ചിങ്ങടൂൺ റെഡി ആയിട്ടിരിക്കേണ്ട. ഇപ്പൊ എണീറ്റിട്ട് പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്തോ ആലോചിച്ചെടുക്കണല്ലേ ചിങ്ങടോ ഗൈസ്. 12 മണിട്ടാ. 1 മണിൻ്റെ ഉള്ളിൽ പോയാലാണ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളിതാ ഞങ്ങള് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോ ഇറങ്ങാനുള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പൊ നമുക്ക് പോവാവേ ഗൈസ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. ഹലോ ഭാവിച്ചേക്ക് വയ്യാന്ന് ചിങ്ങടു ഇവിടെ പൊരിഞ്ഞതിലാണ് നേരെ പാസ്സായിട്ട് വന്നിട്ട്. നല്ല കാറ്റുണ്ടാവും, കണ്ണടിച്ചുകൊണ്ടിരിക്കും. ടർക്കിട്ട് കൊടുക്കും. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് വെയിലാണ്. അപ്പോൾ ടർക്കിട്ട് കൊടുത്തില്ലെങ്കിൽ നല്ല വെയിലുമാണ്. കുട്ടിക്ക് ടർക്കിയൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തു. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഷോപ്പിംഗ് ആയാലൊക്കെ എടുക്കാനുണ്ട്. അതെ, ഇനി കുറച്ചുകൂടെ ഉണ്ട്.
ഇനി അവിടെ പോയി OP എടുക്കാണ്ട് എന്താ സംഭവം പറഞ്ഞുതരാം. കാറ്റുള്ളത് കൊണ്ട് ഫുള്ളായി പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. കേൾക്കണില്ലെങ്കിൽ ഞങ്ങളത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നില ഞാൻ പറഞ്ഞുതരാം. അല്ലോ അവൻ അപ്പോൾ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇനി പുള്ളി പോയിട്ട് ഫസ്റ്റ് പോയി OP എടുക്കാം. അല്ലോ അവൻ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വീടെത്തി ഫുഡൊക്കെ കഴിച്ചു. ചിങ്കിടു ഉറക്കത്തിലാണ്, പിന്നെ അമ്മ ഉള്ളിലുണ്ട്. എനിക്കൊരു 3 പ്രാവശ്യം ഇപ്പോൾ ഉറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കണം. അതെ, ക്ഷീണമായിട്ട് അങ്ങനെ കിടക്കണം. കാര്യത്തിലോട്ട് കിടക്കാം. എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത്, ആരിനെ കാണിക്കാൻ, ബേബിനെ കാണിക്കാനാണ് ഹോസ്പിറ്റലിൽ പോയത്. എന്താ സംഭവം ചോദിച്ചാൽ ബേബി എന്നെ പറഞ്ഞു. ഗൈസ്, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഷോൾഡർ ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ ആവുന്ന ഇതൊരു 3 വർഷത്തിനിടയായിട്ട് അങ്ങനെ പറയാം. ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് അറിയാം, എനിക്കതിന് പേരറിയില്ല, അതൊന്നാണ്. അപ്പോൾ ഒരു 3 വർഷത്തിനിടയിൽ എനിക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു കുറച്ച് മാസം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു പ്രാവശ്യം, അങ്ങനെ ഒരു 3 പ്രാവശ്യം അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. മാരേജ് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അവൻ, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം വരുന്ന ടൈമിൽ ഇതിങ്ങനെ തിരിയും. ഞാൻ അപ്പം തന്നെ ആ ഒരു സ്പോട്ടിൽ കൈപിടിച്ച് തിരിക്കുന്ന ടൈമിൽ കറക്റ്റായി നിൽക്കും. അപ്പോൾ ഒരു ദിവസം വേദന ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞു, അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ നമ്മൾ വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഈ ഇടയായിട്ട് ഞാനിപ്പോൾ ജിമ്മിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മിന് പോകുന്നത് രാവിലെ നേരത്തെ പോണത്. അപ്പോൾ പോയിട്ട് അവിടെ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ അങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എണീക്കുന്ന സമയത്ത് ഷോൾഡർ എപ്പോഴത്തെയും പോലെ തന്നെ തിരിഞ്ഞ സമയത്ത് ഞാൻ കൈ കൊണ്ട് നോക്കിയിട്ടും ഫുള്ളായിട്ട് അതിൻ്റെ സ്ഥാനത്ത് പോയി നിന്നില്ല. ചെറുതായിട്ട് പോയുള്ളൂ, ചെറുതായിട്ട് പിന്നെയും ജോയിൻറ്റ് പെടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വേദനയായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച സമയത്ത് അവിടെ അടുത്ത് തന്നെ ഒരു ക്ലിനിക്കിലേക്ക് പോയി. അവിടെ ഒരു പറ്റില്ല, എന്തായാലും ഓർത്തോ ഡോക്ടറിനെ കാണിക്കുന്നതുകൊണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പോയ ടൈമിൽ ഡോക്ടർ നോക്കിയിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തിട്ട് ആ വേദനയോടെ തന്നെ എക്സ്റേ എടുത്തിട്ട് ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എക്സ്റേ നോക്കിയിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എക്സ്റേയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് ഡോക്ടർ ആ ഒരു ഇതിൽ പൊസിഷനിൽ എനിക്ക് വെച്ചിട്ട് ഇട്ട് തന്ന ടൈമിൽ എനിക്കൊന്ന് പെയിനും എല്ലാം ഒന്ന് റിലീഫായി. പക്ഷെ ഉണ്ടായിരുന്നു, ആ തിരിഞ്ഞിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇനി സമാധാനമായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു 2 ആഴ്ച കയ്യിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ബാഗ് ഇടുമല്ലോ. അപ്പോൾ ആ ബാഗ് എന്തായാലും 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിർബന്ധമായിട്ട് ഇടണം. കുളിക്കാൻ മുമ്പ് അടക്കം മാക്സിമം അഴിക്കാണ്ട് നോക്കുന്നടക്കം പറഞ്ഞായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് MRI സ്കാൻ എടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞു. അതെ, 2 ആഴ്ച പറഞ്ഞു, 2 ആഴ്ചയും കുറേ ആയി, 1 മാസമൊക്കെ ആയി തോന്നുന്നു. ഒരു മാസം പക്ഷെ പോകാൻ പറ്റിയില്ല. MRI എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച 3-4 ദിവസമായി. ഇപ്പോഴാണ് പോവാൻ സമയം കിട്ടിയിരിക്കുന്നത്. പോയിട്ട് ഡോക്ടറിനെ കണ്ട സമയത്ത് ഞങ്ങള് ഇത് പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. അപ്പൊ അവിടെ പോയപ്പോ ഒരു സമാധാനത്തിന് വേണ്ടി MRI എടുത്തതായിരുന്നു. നമുക്കൊന്നുമില്ലാന്ന് അറിഞ്ഞ കുഴപ്പമില്ല, നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അതൊന്നും കുഴപ്പമില്ല, കാര്യമില്ലാണ്ടൊക്കെ ഇരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു സീനാണ് ഈ സംഭവം വന്നിട്ട്, എന്തോ കീറല എന്തോ വന്നിട്ടുണ്ട്. അതായത് ഈ ജോയിന്റിന്റെ ചുറ്റുള്ള മസിൽസിൽ ഒരു കീറൽ വന്നിട്ട് പിന്നെ ഉള്ളിലൊരു ആ ജോയിന്റിൽ വരുന്ന കുഴി വന്നിട്ട് ഒന്നുകൂടെ ഉരസിയിട്ട് കുറച്ച് കൂടുതലായിരുന്നു എന്തോ പറഞ്ഞു. കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അത് കാരണം ഓപ്പറേഷൻ വേണം, കീ ഹോളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു ടെൻഷനായി, അയ്യോ ഇനി അത് ചെയ്യണ്ടേന്ന് കണ്ടു. പക്ഷെ മൂപ്പര് പറഞ്ഞു അത് ചെയ്യണതാണ് ബെറ്റർ, വേറെ ഏത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമില്ല. നമ്മൾ ഓയിൽമെന്റ് ഇട്ടിട്ടോ മരുന്ന് എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല, അതെന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ ഭാവിയിൽ നല്ല ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഇതില്ലേ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഡേറ്റ് വെച്ച് എടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കൊരു ടെൻഷൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് റേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ട് ഇറങ്ങി. ഇപ്പൊ ഞങ്ങളെ മനസ്സിലെന്താണ് ചോദിച്ചാൽ വേറൊരു ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് അതും കൂടെ നോക്കിയിട്ട് തന്നെയാണ് പറയണമെങ്കിൽ ഏതാ ബെറ്റർ നോക്കിയിട്ട് ചെയ്യാം. അതെ, അത് ഞങ്ങൾ എന്നും എന്ത് ചെയ്യുമ്പോഴും ഞങ്ങളൊരു വേറെ ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഒരെവിടെയും കൂടി നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇങ്ങനെ എന്താ പറയുക, പ്രതീക്ഷയില്ലല്ലോ സത്യം. കാരണം എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകണോണ്ട് തന്നെ ഈ ഒരു ഇതിൽ എത്തുന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഇപ്രാവശ്യം ആയത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് അല്ലെങ്കിൽ ഒരു ദിവസം വേദന നിൽക്കുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഒരു 2 ആഴ്ച പറഞ്ഞതിൽ കൂടുതലോളം എനിക്ക് നല്ല വേദന നിന്നു. ചെയ്യാനൊക്കെ ഈ ഒരു കയ്യൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ബെറ്റർ ആയത്. കാർ ഓടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പൊ അതുകൊണ്ട്. പക്ഷെ എന്നാലും പ്രതീക്ഷയില്ല. അത് കേട്ടപ്പോ തൊട്ട് വേഗമല്ല ചെയ്യണല്ലേ ബാധിയുടെ നടക്കണേ. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചാൽ ഇതുപോലെ കുറെ ആൾക്കാർക്ക് ഉണ്ടാവും, പക്ഷെ അവരൊക്കെ അത് അതായത് ഒരു പ്രാവശ്യമാണെങ്കിലും ഇങ്ങനെ ഡിസ്ലൊക്കേഷൻ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡോക്ടറെ നിർബന്ധമായി കാണിക്കും. കാരണം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് വല്ലാത്തൊരു ഇതായി മാറും. അതായത് വർക്കിന് പോണവർക്ക് എല്ലാവർക്കും നല്ല വരാറുണ്ട്, പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. പഴയ രീതിക്ക് വന്നില്ല. അപ്പൊ ആ ചെറിയൊരു പെയിൻ ഉണ്ടാവുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇരുന്നത്. അതുപോലെ
കുറേ പേർക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചെറുതായിട്ട് വന്നടക്കം കാണുക. കാരണം പിന്നീട് ഈ ഒരു അവസ്ഥയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതെ, എനിക്കിപ്പോൾ ഒരു 4 പ്രാവശ്യം ആയപ്പോൾ തന്നെ ഓപ്പറേഷൻ്റെ ഒരു ഇതിലെത്തി. ചിലവർക്ക് മാസത്തിൽ കുറേ പ്രാവശ്യമൊക്കെ വരാറുണ്ട്. ഡോക്ടറിനെ ചോദിച്ചു എൻ്റെ അടുത്ത് മാസത്തിൽ എത്ര പ്രാവശ്യം വരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനിയിപ്പം എനിക്കൊരു ഇത് തോന്നുന്നത് വെച്ചാൽ വേറെ എവിടെയും കൂടെ കാണിച്ചിട്ട് ചിലപ്പോൾ അവർ ഇതെല്ലാം പറയണമെങ്കിൽ ഓക്കെ നമുക്ക് ഓക്കെയാണ്. പക്ഷെ ഓപ്പറേഷൻ പറയുമ്പോൾ വേറെ വഴിയില്ലല്ലോ, ചെയ്യുന്നോ വേണ്ടല്ലേ ബേബി. അതെ, അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റലും കൂടി കാണിക്കണം. അപ്പോൾ കാണിച്ചിട്ട് അവിടെയും കൂടി എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട്. എന്താ ബേബി ടെൻഷൻ ഉണ്ടോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. എനിക്ക് ഒന്നാമത് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എനിക്കത് പറ്റാത്ത കാര്യമാണ്. അതായത് മൂപ്പര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ എത്ര ദിവസം റെസ്റ്റ് വേണം, എത്ര ദിവസം ഇതൊക്കെ കാണാൻ പറഞ്ഞപ്പോൾ ബേബിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് റെസ്റ്റ് എടുക്കാൻ ബേബി പൊതുവെ ഒന്നാമത് എങ്ങനെ ചോദിച്ചു ഒരു ദിവസം ഒരു നേരം പോലും വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടേ നടക്കുക. അതാണ് ബേബിന്റെ സ്വഭാവം. അതുകൊണ്ടൊരിത് അത് എന്താ പറയാ, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അതാണ് പ്രശ്നം. പക്ഷെ എന്തായാലും ചെയ്യണം. കാരണം നമുക്ക് പിന്നീടേക്ക് ആലോചിക്കുമ്പോൾ കൈയല്ലേ ആവശ്യമുള്ളതല്ലേ, അത് വേറെ ബുദ്ധിമുട്ടായി മാറും. അത് വേണം അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഭാവിയിൽ അത് ടൈറ്റ് ആക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും അത് കാണിച്ചിട്ട് ഞങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറയുക. അപ്പോൾ നമ്മളുടെ ഇതാണ് സംഭവം. പിന്നെ അമ്മയും വീട്ടിലേക്ക് വന്നു. അപ്പൊ അമ്മ ഉള്ളിലുണ്ട്. അതെല്ലാവരും ഞാൻ ഇന്നലെ ഉണ്ടോ വന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞത് 1 മണി വരെ ഉള്ളൂ. അപ്പൊ അതിന്റെ ഉള്ളില് കാണിക്കണല്ലോ. അതെ, ഞങ്ങളായിരുന്നു ലാസ്റ്റ് ഓപ്പിയും. വേഗം പോയി കാണിച്ചിട്ട് എന്തോ വായിരുന്നു ഇന്ന് കിട്ടി. ഇനിയിപ്പോൾ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ കൂടി പോയിട്ട് എന്താണ് അപ്ഡേറ്റ് ഞാൻ പറയാലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.